ഹലോ, എല്ലാവർക്കും വീണ്ടും സോഷ്യൽ ഫ്രീലാൻസർ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഭിമന്യു. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് കാൻവ എന്ന പേരുള്ള ഇമേജ് ക്രിയേഷൻ വെബ്സൈറ്റിനെ പറ്റിയാണ്. നിങ്ങൾക്കൊരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ലോഗോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കാൻവ യൂസ് ചെയ്യാം. അതും ഗ്രാഫിക് ഡിസൈനിങ് എക്സ്പീരിയൻസ് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. There's nothing to worry that you don't have to do any graphic designing course. You don't have to go to any graphic designing schools. ജസ്റ്റ് ഈ വീഡിയോ മാത്രം കാണുക. കാൻവയെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ കഴിയും. നിങ്ങൾക്ക് കാൻവ ഫ്രീ ആയിട്ടും യൂസ് ചെയ്യാം, പെയ്ഡ് വേർഷൻ ആയിട്ടും യൂസ് ചെയ്യാം. ഇതുവരെ ഐ എം യൂസിങ് ഫ്രീ വേർഷൻ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈസ്. ലെറ്റ് മീ ഷോ ഹൗ ടു യൂസ് കാൻവ. ചെയേഴ്സ്. ഓക്കെ ഗൈസ്, ഇതാണ് എൻ്റെ കാൻവ അക്കൗണ്ട്. ഞാൻ അധികം എൻ്റെ വർക്ക് ഞാൻ ചെയ്യുന്നത് കാൻവ അക്കൗണ്ടിലാണ്. ഇഫ് യു സ്ക്രോൾ ഡൗൺ യു ക്യാൻ സീ ഫ്യൂ ഓഫ് മൈ വർക്ക്സ് വിച്ച് ഐ ഡൺ ഇൻ കാൻവ. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് നിങ്ങൾക്ക് ഇതിൽ ഉണ്ടാക്കാമെന്ന്. അറ്റ് ടോപ്പിൽ യു ക്യാൻ സീ ദാറ്റ് ക്രിയേറ്റ് എ ഡിസൈൻ. അതിന് താഴെ തന്നെ കാണാം സോഷ്യൽ മീഡിയ, പ്രസന്റേഷൻ വൈഡ്, പോസ്റ്റർ, ഫേസ്ബുക്ക് കവർ, ഫേസ്ബുക്ക് പോസ്റ്റ്, ഇൻസ്റ്റഗ്രാം പോസ്റ്റ്, ലൈക്ക് ദാറ്റ് കുറേ ഡിസൈൻസ് ഉണ്ട്. പിൻട്രസ്റ്റ് ഗ്രാഫിക്, ട്വിറ്റർ പോസ്റ്റ്. ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് നമുക്ക് വേണമെങ്കിൽ സോഷ്യൽ മീഡിയ നമുക്ക് തുറക്കാം. സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്തു. ലെഫ്റ്റ് സൈഡിൽ യു ക്യാൻ സീ കുറേ ടെംപ്ലേറ്റ്സ്. എല്ലാം സ്ക്വയർ ഇമേജസ് ആണ്. ഏതെങ്കിലും ഒരു ഇമേജ് നമുക്ക് തൽക്കാലത്തേക്ക് ഇപ്പൊ ഒന്ന് സെലക്ട് ചെയ്യാം. ഒരു ലേഡി ക്യാമറ ഹോൾഡ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. ഏതെങ്കിലും ഒരു വേർഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് യു ക്യാൻ സെലക്ട് ഇറ്റ്. റൈറ്റ് സൈഡ് പോയി നിങ്ങൾക്ക് അത് ഡിലീറ്റ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ആ വേർഡ് എഡിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് എഡിറ്റ് ഇറ്റ്. ഓക്കെ, ഇഷ്ടമുള്ള ഒരു ക്യാപ്ഷൻ നിങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഫോട്ടോഗ്രാഫി ഡേ. ഇഫ് യു വോണ്ട് ടു ഡൗൺലോഡ് ഇറ്റ്, റൈറ്റ് സൈഡ് പോവുക, ഡൗൺലോഡ് ഓപ്ഷൻ കൊടുക്കുക. ഫയൽ ടൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം. PNG കാണാം, JPEG കാണാം, PDF സ്റ്റാൻഡേർഡ് കാണാം, PDF പ്രിന്റ് കാണാം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് PNG ആണ്. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ദ ഇമേജ് ഇൻ ഹൈ ക്വാളിറ്റി. നമുക്ക് PNG കൊടുക്കുക, ഡൗൺലോഡ് ചെയ്യുക. It will take only 2 to 3 seconds. See at the bottom the file is downloading. Okay, file is downloaded. I will open the file for you. എഡിറ്റ് ചെയ്ത പോലെ തന്നെ ഫോട്ടോ ഡൗൺലോഡ് ആയിട്ടുണ്ട്. കാൻവയുടെ ഒരു വാട്ടർമാർക്കും ഒന്നുമില്ല ഇതിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇമേജിൽ ആ ക്യാപ്ഷൻ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായി. ലെഫ്റ്റ് സൈഡിൽ പോയാൽ നിങ്ങൾക്ക് എലമെന്റ്സ് കാണാം. എലമെന്റ്സിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഫ്രീ ഫോട്ടോസ്, ഗ്രിഡ്സ്, ഷേപ്സ്, ചാർട്ട്സ്, ലൈൻസ്, ഫ്രെയിംസ്, ഇലസ്ട്രേഷൻസ്, ഐക്കൺസ് എന്ന കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. ഫ്രീ ഫോട്ടോസ് കൊടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ഈ ക്യാമറ ഹോൾഡ് ചെയ്തിരിക്കുന്ന പെണ്ണിന്റെ ഫോട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ഫ്രീ ഏതെങ്കിലും ഒരു ഇമേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, ഡ്രാഗ് ചെയ്യാം, ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ലെഫ്റ്റ് സൈഡിൽ തന്നെ അൺഡു ഓപ്ഷൻ ഉണ്ട്, അൺഡു ക്ലിക്ക് ചെയ്യാം. ഫ്രീ ഫോട്ടോസിൽ തന്നെ നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണ് വേണ്ടത്. ഇപ്പൊ ഒരു ക്യാമറ എന്നൊരു കീവേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അപ്പൊ ക്യാമറ റിലേറ്റഡ് ആയ കുറച്ച് ഇമേജസ് പോപ്പപ്പ് ചെയ്തു വരും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ലേഡി ക്യാമറ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോ ഈ ഫോട്ടോയിൽ ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇമേജ് ഡ്രാഗ് ചെയ്ത് ഈ ഫോട്ടോയിലേക്ക് ഇടുക. ഇമേജിന്റെ സൈസും നിങ്ങൾക്ക് കുറയ്ക്കാം. കുറച്ചുകൂടെ താഴോട്ട് പോയാൽ നിങ്ങൾക്ക് കാണാം ഇമേജിന്റെ കൂടെ തന്നെ $1 അങ്ങനെ അതിന്റെ ഇമേജിന്റെ പ്രൈസ് കാണാം. ദാറ്റ് ഇമേജസ് ആർ നോട്ട് ഫ്രീ. ആ ഇമേജസ് ഫ്രീ അല്ല, അത് പെയ്ഡ് വേർഷനിൽ മാത്രമേ ആ ഇമേജസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഫ്രീ വെർഷൻ ആണ്, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ക്യാമറ വേണ്ടെങ്കിൽ ലെൻസ് എന്ന് സെലക്ട് ചെയ്യുക. ലെൻസ് എന്ന കീവേഡ് യൂസ് ചെയ്യുക, ലെൻസ് എൻ്റർ ചെയ്യുക. ലെൻസ് റിലേറ്റഡ് ആയ കുറച്ച് ഇമേജസ് ഓപ്പൺ ആയിട്ട് വരും. ഇപ്പോൾ ഈ ഇമേജ് മതിയെങ്കിൽ നിങ്ങൾ ഈ ഇമേജ് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുക. ഈ ഇമേജിന്റെ സൈസ് കുറയ്ക്കുക. നിങ്ങൾക്ക് എവിടെയാണ് ലെൻസ് ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യേണ്ടത് അവിടെ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഫ്രീ ഫോട്ടോസിന് താഴെ തന്നെ നിങ്ങൾക്ക് ഗ്രിഡ്സ് എന്ന ഓപ്ഷൻ കാണാം. ഗ്രിഡ്സ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ഒരു ഗ്രിഡ് എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് പേസ്റ്റ് ചെയ്തു. എന്നിട്ട് അപ്ലോഡ്സിൽ പോയിട്ട് ഞാനൊരു ഫോട്ടോ ഡ്രാഗ് ചെയ്തിട്ട് ഒരു ഗ്രിഡിലേക്ക് ഞാൻ പേസ്റ്റ് ചെയ്തു. വേറെ ഫോട്ടോ എടുത്ത് അടുത്ത ഗ്രിഡിലേക്ക് പേസ്റ്റ് ചെയ്തു. ഒരു കൊളാഷ് ആക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇമേജ് ഡൗൺലോഡ് ചെയ്യാം. അതാണ് ഗ്രിഡ്സിന്റെ ഉപയോഗം. ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രിഡ്സ് വിച്ച് യു ക്യാൻ യൂസ് ഇറ്റ് ആസ് എ കൊളാഷ്. ഇറ്റ്സ് ഓൾ അപ് ടു യു. അണ്ടർ ഗ്രിഡ്സ് ദർ ഇസ് ഷേപ്സ്. ഷേപ്പിൽ തന്നെ സർക്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, റെക്ടാങ്കിൾ ഉണ്ട്, അങ്ങനെ കുറെ ഷേപ്പ് ഉണ്ട്, സ്ക്വയർ ബോക്സ് ഉണ്ട്, അങ്ങനെ കുറെ ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അതിന് മുന്നേ ഞാൻ ഈ ഗ്രിഡ്സ് ഒന്ന് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യട്ടെ.
ഞാൻ തൽക്കാലം ഞാൻ ഇവിടുന്ന് സർക്കിൾ ഞാൻ യൂസ് ചെയ്യാണ്. ഒരു സർക്കിൾ ഞാൻ ഇമേജിലേക്ക് ഡ്രാഗ് ചെയ്തു. എവിടെയെങ്കിലും ഞാനത് പോയിട്ട് പേസ്റ്റ് ചെയ്തു. കോർണറിൽ പേസ്റ്റ് ചെയ്തേക്കും നല്ലത്. അപ്പം ഇമേജിന് ഒരു പ്രത്യേക തരം ഒരു സ്റ്റൈൽ കിട്ടും. നിങ്ങൾക്ക് സർക്കിളിന്റെ കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ബ്ലൂ ആക്കാം, വയലറ്റ് ആക്കാം, ബ്ലൂ ആക്കാം, യെല്ലോ ആക്കാം, ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഷേപ്സിൽ സ്ക്വയർ ബോർഡർ ഉണ്ട്. നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ സ്ക്വയർ ബോക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഡ്രാഗ് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ പേസ്റ്റ് ചെയ്യാം. ഷേപ്സിന്റെ താഴെ എന്തെന്ന് വെച്ചാൽ ചാർട്ടാണുള്ളത്. ചാർട്ട് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇൻഫോഗ്രാഫിക്സിലാണ്. പിന്നെ അതിന് താഴെ തന്നെ ലൈൻസ് ഉണ്ട്. ലൈൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലൈൻ സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വേൾഡ് ഫോട്ടോഗ്രാഫി ഡേന്റെ താഴെ തന്നെ ഒരു ലൈൻ പ്ലേസ് ചെയ്യണമെങ്കിൽ ആ ലൈൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പേസ്റ്റ് ചെയ്യാം. ഫ്രെയിംസ്, അടുത്തത് ഫ്രെയിംസ് ആണ്. ഫ്രെയിംസ് എന്തെന്ന് വെച്ചാൽ ഞാൻ അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇവിടുന്ന് ഒരു N എന്നൊരു ആൽഫബറ്റ് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇമേജിലേക്ക് ഡ്രാഗ് ചെയ്തു. എന്നിട്ട് അപ്ലോഡ്സിൽ പോയിട്ട് ഒരു ഇമേജ് ഞാൻ Nലേക്ക് ഞാൻ ഡ്രാഗ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെയാണ് ഇമേജ് ഫ്രെയിമിലേക്ക് ഡ്രാഗ് ചെയ്താൽ ഉണ്ടാവുക. ആ ഫ്രെയിമിന്റെ ഉള്ളിലേക്ക് ഇമേജ് മെർജ് ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഡിഫറെന്റ് മെർജ് ഫ്രെയിംസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഫ്രെയിം ഞാൻ ഇമേജിലേക്ക് പ്ലേസ് ചെയ്തു. എന്നിട്ട് ഞാൻ ഒരു ഫോട്ടോ അതിലേക്ക് പ്ലേസ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഈ ഫ്രെയിമിന്റെ ഉള്ളിലേക്ക് വേറെ ഫോട്ടോ മെർജ് ചെയ്തു. അതാണ് ഫ്രെയിമിന്റെ ഗുണം. ഏത് തരം ഫ്രെയിം ആയിരിക്കോട്ടെ, എന്ത് ഫോട്ടോ അതിലേക്ക് പ്ലേസ് ചെയ്താലും ആ ഫ്രെയിമിന്റെ ഉള്ളിലേക്ക് ഫോട്ടോ മെർജ് ആയിട്ടുണ്ടാകും. അടുത്ത ഓപ്ഷൻ എന്താന്ന് വെച്ചാൽ ഇലസ്ട്രേഷൻ ആണ്. ഇലസ്ട്രേഷനും അതിന് താഴെ ഐക്കൺസ് ആണ്. രണ്ടും ഐക്കൺസ് തന്നെയാണ്. നിങ്ങൾക്ക് എന്ത് തരവും ഐക്കൺസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഏത് ഐക്കൺസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ചിലത് ചിലപ്പം പെയ്ഡ് ആയിരിക്കും. അധികം ഫ്രീ ആയിട്ടുള്ള ഐക്കൺസും നിങ്ങൾക്ക് അവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് ഐക്കൺസ് വേണമെങ്കിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇമേജിലേക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. എലിമെന്റ്സിന് താഴെ തന്നെ കാണാം നിങ്ങൾക്ക് ടെക്സ്റ്റ്. ഫസ്റ്റ് ഓപ്ഷൻ കാണാം ഹാഡ് എ ഹെഡിങ്, ഹാഡ് എ സബ് ഹെഡിങ്, ഹാഡ് എ ലിറ്റിൽ. അത് നിങ്ങൾക്ക് ഏത് വേണം സെലക്ട് ചെയ്യാം. ഇഫ് യു യൂസ് ഇറ്റ് ലൈക്ക് ദാറ്റ്, നിങ്ങൾക്കത് മാനുവലി നിങ്ങൾക്ക് ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് മാനുവലി അതിന്റെ സ്റ്റൈൽ ഒക്കെ നിങ്ങൾക്ക് മാറ്റാം. അതിന്റെ താഴെ തന്നെ നിങ്ങൾക്ക് കാണാം കുറെ ഡീഫോൾട്ട് ആയിട്ടുള്ള കുറെ ടെക്സ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് അതും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ഈ സ്റ്റൈലാണ് നിങ്ങൾക്ക് വേൾഡ് ഫോട്ടോഗ്രാഫി ഡേ എന്ന് വേണമെങ്കിൽ നിങ്ങൾ അതിൽ വേണമെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യാം. അപ്പോൾ അതുപോലത്തെ ആ സ്റ്റൈലിൽ വേൾഡ് ഫോട്ടോഗ്രാഫി ഡേ എന്നൊരു സ്റ്റൈൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പൊ ഞാൻ വേറെ എന്തെങ്കിലും ഒരു ഹലോ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഞാൻ ഇവിടെ റൈറ്റ് സൈഡിലാണ് ഫോണ്ടിന്റെ കളർ ചേഞ്ച് ചെയ്യേണ്ടത്. ഫോണ്ടിന്റെ കളർ ഞാൻ വൈറ്റ് ആക്കി. ലെഫ്റ്റ് സൈഡിൽ അതിന്റെ സൈസ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. 72 കൊടുത്തു, ഹലോ കൊടുക്കും. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നിങ്ങൾക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യാം. പല തരം ഫോൺസ് ഉണ്ട്. ഇഷ്ടമുള്ള ഫോൺ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ടെക്സ്റ്റിന് താഴെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ബ്ലൂ കൊടുത്തു. ബ്ലൂ കൊടുത്താൽ ഇങ്ങനെ ബ്ലൂ എന്നൊരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ ഞാൻ ഇവിടെ ലീഫിന്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടു. അപ്പോൾ ലീഫിന്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്താൽ ലീഫിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ വരും. ഇഫ് യു വാണ്ട് ടു അപ്ലോഡ് ആൻ ഇമേജ്, ബാക്ക്ഗ്രൗണ്ട് താഴെ തന്നെ ഒരു അപ്ലോഡ് എന്ന ഓപ്ഷൻ കാണാം. അവിടെ പോയാൽ അപ്ലോഡ് ആൻ ഇമേജ് കൊടുക്കുക. അപ്ലോഡ് ആൻ ഇമേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇമേജ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം. താഴെ ഫോൾഡർ ഉണ്ട്. ഫോൾഡർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്ത വർക്കുകൾ എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്കത് ഡിഫറെന്റ് ഫോൾഡേഴ്സ് ആയിട്ട് ഓർഗനൈസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഈ ഫോണ്ടിന്റെ ഒപ്പാസിറ്റി ഒക്കെ കുറയ്ക്കണമെങ്കിൽ ജസ്റ്റ് ഈ ഫോണ്ട് സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡിൽ പോയാൽ ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ട്രാൻസ്പെറൻസി സെലക്ട് ചെയ്യുക. ട്രാൻസ്പെറൻസി ലെഫ്റ്റിലോട്ട് കുറയ്ക്കാം. അതുപോലെ തന്നെ റൈറ്റോട്ട് പോയാൽ ട്രാൻസ്പെറൻസി നിങ്ങൾക്ക് കൂട്ടാം. ആ ഫോണ്ട് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് പോയാൽ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്. റൈറ്റ് സൈഡിൽ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഈ ഇമേജ് തന്നെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ റൈറ്റ് സൈഡിൽ ടോപ്പിൽ ഡൗൺലോഡ് ഓപ്ഷൻ കാണാം. ഡൗൺലോഡ് ഫയൽ ടൈപ്പ് കാണാം. PNG ഉണ്ട്, JPEG ഉണ്ട്, PDF സ്റ്റാൻഡേർഡ് ഉണ്ട്, PDF പ്രിന്റ് ഉണ്ട്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് PNG ആണ്. ഹൈ ക്വാളിറ്റി ഇമേജിൽ നിങ്ങൾക്ക് ഈ ഇമേജ് ഡൗൺലോഡ് ചെയ്യാം. ഇഫ് യു ആർ നോട്ട് അവെയർ അബൌട്ട് ഗ്രാഫിക് ഡിസൈനിങ് ഓർ സംതിങ്, നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് എന്തായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇഫ് യു ആർ ട്രൈങ് ടു അപ്ലോഡ് ആൻ ഇമേജ് ഇൻ ഫേസ്ബുക്ക് ഓർ ഇൻസ്റ്റഗ്രാം, you can definitely use this website to create a creative image using this website. സ്ക്വയർ ഇമേജസ് മാത്രമല്ല ക്യാൻവയിൽ യൂസ് ചെയ്യാവുന്നത്. നിങ്ങൾക്ക് 16:9 അതായത് 1920 x 1080p ഇമേജസ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. പിന്നെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടുള്ള തംബ്നെയിൽസ് ഒക്കെ ഉണ്ടാക്കുന്നത് ക്യാൻവ യൂസ് ചെയ്തിട്ടാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഹൗ ടു യൂസ് സ്പ്രൗട്ട് സോഷ്യൽ. ഇത് ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. ഇത് എൻ്റെ യൂട്യൂബ് തംബ്നെയിൽ ആയിരുന്നു. അത് ഞാൻ ഉണ്ടാക്കിയത്
ക്യാൻവ യൂസ് ചെയ്തിട്ട് തന്നെയാണ്. സാമ്പിൾ ഇമേജസ് ആയിട്ട് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ്സ് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് തന്നെ അത് എഡിറ്റ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യാം. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. വേറൊരു ദിവസം വേറൊരു ടോപ്പിക് ആയിട്ട് ഞാൻ വരുന്നതാണ്. നിങ്ങൾ ക്യാൻവ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ക്യാൻവ യൂസ് ചെയ്യണം. മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ടൂളാണ്. ഗ്രാഫിക് ഡിസൈനിങ് ഒന്നും അധികം യൂസ് ചെയ്യാത്തവർക്ക് എളുപ്പമുള്ള ഒരു വെബ്സൈറ്റ് കൂടിയാണ് ക്യാൻവ. സോ ഡു ട്രൈ ഇറ്റ്. നിങ്ങൾക്ക് ക്യാൻവയെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷൻ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ ഗൈസ്, ഞാൻ വേറൊരു ടോപ്പിക് ആയിട്ട് ഞാൻ നാളെ എന്തായാലും വരുന്നതാണ്. ടിൽ ദെൻ, cheers. Thank you guys.